ഉമ ഞെട്ടി അവരെ നോക്കി. പഠനം അവസാനിപ്പിക്കുകയോ? നിങ്ങൾ രണ്ടുപേരും വെളിയിലേക്ക് നിൽക്ക്, ഉമയോടും ഇന്ദ്രനോടും പ്രിൻസിപ്പൽ പറഞ്ഞു. പറയുന്നത് പോലെ ഒരാളുടെ പഠനം അവസാനിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതും ഒരു പെൺകുട്ടിയുടെ. ആരെങ്കിലും പരാതി കൊടുത്താൽ എല്ലാവരും അകത്താവും. അത്രയ്ക്ക് വിരോധമുണ്ടെങ്കിൽ +2 കഴിഞ്ഞ് പഠിക്കാൻ വിടാതിരുന്നാൽ പോരെ? അവർ ഒന്ന് ആലോചിച്ചു. ആ പറയുന്നത് ശരിയാണ്. എന്നാൽ അങ്ങനെ തന്നെയാവട്ടെ. അവർ പോകുവാനായി എഴുന്നേറ്റു. പിന്നെ അവൾക്ക് എന്ത് പണിഷ്മെൻ്റ് കൊടുത്താലും കുഴപ്പമില്ല. ആരും ഒന്നും ചോദിക്കാൻ വരില്ല. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. മീനുവിൻ്റെ കൈകളിൽ പിടിച്ച് ആശങ്കയോടെ നിൽക്കുകയായിരുന്നു ഉമയപ്പോൾ. താൻ പേടിച്ചതുപോലെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നില്ലല്ലോ. ഇനി നന്നായി പഠിക്കണം. അവൾ സ്വയം ഒരു തീരുമാനമെടുത്തു. എന്തൊക്കെ പറഞ്ഞാലും മഹിയേട്ടനോടുള്ള പ്രണയത്തിന് ഒരു കോട്ടവും തട്ടിയില്ല. ഒരു മാറ്റവും ഇല്ലാതെ നിന്നത് അതിന് മാത്രമായിരുന്നു. മറക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ അതിന് പോലും തനിക്ക് കഴിയുന്നില്ലല്ലോ. ഓരോ തവണയും മറക്കണം എന്ന് കരുതുമ്പോഴും അതിനിരട്ടിയായി മഹിയേട്ടൻ തൻ്റെ ഹൃദയത്തിൽ കുടിയേറി പാർത്തിരിക്കുകയാണല്ലോ. അന്നത്തെ സംഭവത്തിനു ശേഷം ആളുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. ആളുടെ വീട്ടിലേക്കുള്ള വരവൊക്കെ നന്നേ കുറഞ്ഞിരിക്കുന്നു. ഒരുപാട് പഠിക്കുവാൻ കാണും. താനും എൻട്രൻസ് എഴുതി മഹിയേട്ടൻ പഠിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കും. അങ്ങനെയാണെങ്കിൽ ദിവസവും ആളെ കാണാമല്ലോ. മീനുവിനോട് പറഞ്ഞപ്പോൾ അവൾ പറയുക, നിനക്ക് നല്ല അസല് ഭ്രാന്ത് ആണെന്ന്. താനും ചിന്തിക്കാറുണ്ട്, ഇത് ഭ്രാന്ത് തന്നെയല്ലേ എന്ന്. അന്ന് +2 മെയിൻ എക്സാം അവസാനിച്ച ദിവസം ആയിരുന്നു. ഇനിയുള്ള പഠനം എൻട്രൻസിന് വേണ്ടിയാണ്. താൻ തൻ്റെ ലക്ഷ്യത്തോട് അടുത്തിരിക്കുന്നു. മുത്തശ്ശിയോടൊന്ന് പറഞ്ഞു നോക്കാം, കോച്ചിങ്ങിന് വിടുമോ എന്ന്. സന്തോഷത്തോടെ അവൾ ചായപ്പിലേക്ക് കയറി. അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ കണ്ടതും അവളുടെ ഉള്ളം ഭയത്താൽ വിറകൊണ്ടു. ഉമ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ. ആനന്ദവല്ലി സ്നേഹം പുരട്ടിയ വാക്കുകളാൽ അവളെ വിളിച്ചു. അവൾ ചുറ്റിനും ഒന്ന് നോക്കി. മുത്തശ്ശനും മഹിയേട്ടനും ഇന്ദ്രേട്ടനും ഒഴികെയുള്ള എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അവൾ സംശയത്തോടെ എല്ലാവരെയും മാറി മാറി നോക്കി. ഉമയെയും അമ്മയെയും അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ് ഞങ്ങൾ വന്നത്. പേടിക്കണ്ട, അമ്മയ്ക്ക് സമ്മതമാണ്. എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തോളൂ. ബിനു അത് പറഞ്ഞപ്പോൾ ഉമ ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്നു. അവൾക്ക് ആരെയും വിശ്വാസമില്ല. ഇത്രയും നാൾ താമസിച്ചത് ഈ ചായപ്പിൽ തന്നെയല്ലേ? അന്നൊന്നും ആരെയും കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിലും മൗനമായി തന്നെ നിന്നു. മുത്തശ്ശിയുടെ മുഖത്ത് സന്തോഷം തന്നെയാണ്. അതിനർത്ഥം മുത്തശ്ശിയും അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ? എന്താ, സമ്മതമല്ലേ നിനക്ക്? വിനു അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഇവിടെ നിന്നോളാം. വിറച്ചുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. വിനുവിൻ്റെ മാറുന്ന മുഖഭാവം ഉമ മാത്രമേ കണ്ടുള്ളൂ. അവൾ പേടിയോടെ അയാളെ നോക്കി.